എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തറ MQVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ്, അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, പോകാം വീഡിയോയിലേക്ക്. വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഡേ ആയിരുന്നു കേട്ടോ. വൺ ഓഫ് ദ ബെസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ് ഈ വർഷത്തിൽ. അതായത് 300 പോയിൻറ്റ്സ് വരെ പുറകെ ഓടാനായിട്ട് സാധിച്ചൊരു ഡേ ആയിരുന്നു ഇന്ന്. അത് പ്രീവിയസ് ആയിട്ടുള്ള ലൈവ് വീഡിയോ 3 ഇട്ടിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റിൽ വ്യൂവിലേക്ക് പോകാം. മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 23,053 1000 പോയിൻറ്റും കൂടെ താഴത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ 22,690 ഒരു ലെവല് നമ്മൾ കഴിഞ്ഞ കുറേ നാൾക്ക് മുമ്പേ ഒക്കെ അത് വരച്ച് വെച്ചിരിക്കുകയാണ്. പ്രീവിയസ് അനലൈസിന് മുമ്പേ ഒക്കെ നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നതാണ്. അതേപോലെ ഡൗൺ തന്നെയാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എത്രമാത്രം പോകും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ എനിവേ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് വെച്ചിട്ട് എന്താണ് അതിൻ്റെ റീപ്ലേയും കൂടെ നമുക്കൊന്ന് നോക്കാം. നമ്മൾ പറഞ്ഞത് ഈ ഒരു ബോക്സ് ഉണ്ട്, ഈ ഒരു ബോക്സിന് പുറത്തേക്ക് ഈ ഒരു റെഡ് ലൈൻ വരെ മാക്സിമം, അതും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് സ്മൂത്ത് ആയിട്ടുള്ള റൈഡ് 23 ആ ഒരു 23,475 23,516 പോകത്തുള്ളൂ. നേരെ മറിച്ച് ഈ ഒരു ബോക്സ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ടാണ് പോരുന്നതെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഫില്ലിങ്, താഴെ വന്നിട്ട് ഒരു കൺസോൾട്ടേഷൻ, ഒരു റീടെസ്റ്റൊക്കെ നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തൊട്ട് ഇന്നത്തെ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി വ്യൂ വീഡിയോ കൂടെ കാണാനായിട്ടൊന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ആ വീഡിയോ കൂടെ കാണണം കേട്ടോ. ഈ വീഡിയോ കാണുന്നവർ തൊട്ട് മുമ്പുള്ള ഡെയിലി വ്യൂ വീഡിയോ കണ്ടാലാണ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി ആയിട്ട് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ താഴത്തൊരു എന്താ പറയണ്ടേ, ഈ ഒരു ബ്ലൂ ലൈൻ, അതേപോലെ റെഡ് ലൈൻ, പിന്നെ ഭയങ്കരമായിട്ട് താഴത്തോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സ്പേസാണ് ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ മാർക്കറ്റ് ഗ്യാപ്പ് ഫില്ലിങ്ങിനാണ് വന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഈ ഒരു ലെവൽ മാർക്കറ്റ് ടച്ച് ചെയ്തു. അതിനുശേഷം ഒരു ബേസിൽ വന്നിട്ട് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ട് സിംഗിൾ ക്യാൻഡിലാണ് തിരിച്ച് മുകളിലോട്ട് പോയത്. പക്ഷേ എന്നിരുന്നാലും 23,418 ബ്രേക്ക് ചെയ്തൊന്നും മാർക്കറ്റ് പോകാത്ത കാരണം അവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്മൂത്ത് റൈഡ് മാർക്കറ്റിൽ ഉണ്ടായില്ല. വീണ്ടും നമ്മൾ നോക്കിയേ, ഇവിടെ വന്നു. കാരണം ഇവിടെ ഈ റീടെസ്റ്റിൻ്റെ മാതൃക ഇവിടെ വന്നു, നമ്മൾ വരച്ച ബ്ലൂ ലൈനിൽ റീടെസ്റ്റ് അടിച്ചു, വീണ്ടും മാർക്കറ്റ് താഴത്തോട്ട് പോവുകയാണ് ഉണ്ടായത്. പിന്നെ നമ്മൾ കൂടുതലും പ്രതീക്ഷിച്ചിരുന്ന കാരണം വലിയ പ്രശ്നങ്ങളൊന്നും മാർക്കറ്റിൽ ഉണ്ടായില്ലെന്ന് മാത്രമേ ഉള്ളൂ. കുറേ ആളുകൾക്ക് ലോസ് വന്നിട്ടുണ്ട്. പേഴ്സണലി അതിൽ സങ്കടമുണ്ട്. കാരണം അതൊരിക്കലും ഒരു എന്താ പറയണ്ടേ, നിങ്ങളെ ആശ്വസിപ്പിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ നിങ്ങളുടെ ലൈക്ക് കിട്ടാനോ വേണ്ടി പറയുന്നതല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ പറയുന്നത്. ഇന്ന് ഒരുപാട് പേർക്ക് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ഇന്ന് എന്താ പറയണ്ടേ 29,000 വരെ പ്രോഫിറ്റ് മേക്ക് ചെയ്ത ആളുകളുണ്ട്. കുറഞ്ഞ ക്യാപിറ്റൽ വെച്ചിട്ട് തന്നെ 29,000 വരെ. പബ്ലിക് ടെലഗ്രാം ചാനൽ PNLൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ലൈവിലുണ്ടായിരുന്നവരുടെയും ലൈവ് കണ്ടക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ഒരുമിച്ച് ട്രേഡ് എടുക്കുന്നവരൊക്കെ ഉണ്ട്. ലൈവിൽ ഉണ്ടായിരുന്നവരുടെയും അല്ലാത്തവരുടെയൊക്കെ PNL ഉണ്ട് അതിൽ. അപ്പോൾ നമുക്ക് കഴിക്കാം. നമുക്ക് നാളെ എന്താണെന്നുള്ള കാര്യം, ഇന്നത്തെ ദിവസം ഇന്ന് കഴിഞ്ഞു. ഇനി അതിനെപ്പറ്റി നമ്മൾ ആലോചിച്ചിട്ട് നിന്നിട്ട് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ നാളെ എന്താണ്, എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ RSI സ്റ്റിൽ ഡൗൺ സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. അതേപോലെ ഇവിടെ നോക്കിയേ, ഇവിടെ താഴത്തോട്ട് വന്നു, മേളിലോട്ട് പോയി, വീണ്ടും താഴത്തോട്ട് വന്നിട്ടാണ് മേളിലോട്ട് പോയത്. അപ്പോൾ അതേ ഒരു സിനാരി തന്നെയാണ്. ക്രോസ് ഓവർ ലെവലിൽ 50% എപ്പോഴും
ഒരു കെയർ ചെയ്യേണ്ട ഏരിയ ആണെന്നൊക്കെ നമ്മൾ ഓൾറെഡി സ്ഥിരം അഹോരാത്രം വീഡിയോയിൽ പറയുന്നതാണ്. നമുക്ക് നമ്മുടെ സോൺ എന്തായാലും മാർക്ക് ചെയ്യാം. ഓരോ ദിവസം ഓരോ രീതിയാട്ടോ, മനസ്സിൽ തോന്നുന്നത് വരക്കുന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് ഈ സോൺ വരക്കുന്നതെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് പേഴ്സണലി. അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ എനിക്കൊരു സ്ക്രീൻ കാണുമ്പോൾ എനിക്കത് ഇവിടെ വരക്കണമെന്ന് തോന്നും, ഞാനങ്ങനെ വരക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അപ്പോൾ ഈ സോണിൻ്റെ ലെവലെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ക്യാൻഡലിൻ്റെ ഹൈ, അതായത് ഇന്ന് ലാസ്റ്റ് ക്യാൻഡിൽ 15 മിനിറ്റ്സിൻ്റെ ക്യാൻഡലിൻ്റെ ഹൈ ആണ് ഞാൻ ബോക്സിൻ്റെ ബോട്ടം ലെവലും 23,108 ഹയർ ലെവലുമാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്ത് തന്നെ ക്യാൻഡിൽ ക്ലോസ് ആവണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. ഈ ബോക്സിന് പുറത്ത് ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് ഹൈ വോളിയം വന്നാൽ നേരെ 23,177 പോകും. നേരെ മറിച്ച് ഇതിൻ്റെ തൊട്ട് പൊക്കത്താണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പിന്നെയുള്ള ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് നോക്കിയിട്ടായിരിക്കണം നമ്മളൊരു മൂവ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 23, അതായത് 23,108 നിന്ന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 23,177 കൺസോളേഷൻ. അവിടെ നിന്ന് മൂവ് ചെയ്താലാണ് 23,305. അവിടെ ഒന്ന് കൺസോളേഷൻ ചെയ്ത് മൂവ് ചെയ്താലാണ് 23,514 മാർക്കറ്റ് മൂവ് ചെയ്യത്തുള്ളൂ. ഇതാണ് 15 മിനിറ്റ്സിൻ്റെ ടൈം ഫ്രെയിമാണ്. തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റ് കൂടെ ഉണ്ട്. അപ്പോൾ ഇതാണ് അപ്പർ ലെവലിൽ നമ്മൾ. ഇതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് ഹിഡൻ റെസിസ്റ്റൻസുകളും ലൈനുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വിത്ത് ലൈവ് ചാർട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നടക്കത്തുള്ളൂ. അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. അപ്പോൾ ഈ ഒരു സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പ്രാധാന്യം കൊടുത്താൽ മതി. കോട്ട് വായിടുന്നുണ്ട് ഇന്ന് ഫുൾ ടൈം ഇരുന്ന കാരണം ബ്രെയിനൊക്കെ ചൂടായിട്ട് ഇരിക്കുകയാണ്, അതുകൊണ്ടാണ് ഈ കോട്ട് വായിടുന്നത്. നമ്മുടെ തല, ഞാൻ മനസ്സിലാക്കിയതാട്ടോ, നമ്മുടെ തല നന്നായിട്ട് ചൂടായിട്ടിരിക്കുമ്പോൾ ഈ കോട്ട് വായിടുമ്പോൾ ഈ നമ്മുടെ CPU കുറേ നേരം ചൂടായി കഴിയുമ്പോൾ മറ്റേ ഒരു എക്സോസ്റ്റ് ഫാൻ വർക്ക് ചെയ്യുന്ന പോലെയാണ് കോട്ട് വായിടുന്നത്. കൂടുതൽ ശ്വാസം അല്ലെങ്കിൽ കൂടുതൽ എയർ തലയിട്ട് ചെല്ലുമ്പോൾ തല തണുക്കും. ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളതാണ്, ശരിയാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ വിശ്വസിച്ച് പോയിരുന്നു, അത്രേ ഉള്ളൂ. ഉറക്കത്തിൻ്റെ ഇത് മാത്രമല്ല കോട്ട് വായിടുന്നത്, തല ക്ഷീണം വരുമ്പോൾ കോട്ട് വായിടും. അത് പോട്ടെ. അപ്പോൾ നമ്മൾ 23,108, 23,177, 23,305, 23,423 ലെവലുണ്ട്. ആ ലെവലും ബ്രേക്ക് ചെയ്താൽ 23,511 നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് താഴത്തോട്ട് വന്നാലുള്ള ലോവർ ലെവൽ നോക്കാനായിട്ട് നമുക്ക് 1 മണിക്കൂറിലേക്കൊന്ന് ചാർട്ടിനെ മാറ്റേണ്ടതായിട്ടുണ്ട്. എന്നാലേ നമുക്ക് ലോവർ ലെവലൊക്കെ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 22,984 ലോവർ ലെവൽ ഓൾറെഡി സ്പേസൊക്കെ ഫില്ല് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് മാർക്കറ്റ് ഡൗൺ ആവുകയാണെങ്കിലാണ് മാർക്കറ്റ് എഗെയിൻ 22,984 വന്നിട്ട് വീണ്ടും ഒരു ഡൗൺ മാർക്കറ്റിൽ വന്നാൽ അത് ഏകദേശം വരാനുള്ള ഒരു ഏരിയ എന്ന് വെച്ചാൽ ലെങ്തി നമ്മൾ നോക്കുകയാണെങ്കിൽ 22,684 വരെ വരാനായിട്ട് മാർക്കറ്റ് ഉണ്ട്. അതിനുള്ളിൽ ഇൻ ബിറ്റ്വീൻ കുറേ സ്പേസുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ മാർക്കറ്റ് ഏത് രീതിയിൽ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ലൈവ് ടൈമിൽ അനലൈസിലാണ് പറയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അവിടെ ഞാൻ ഒരു സോണും കൂടെ, ഒരു സ്മോൾ സോണും കൂടെ ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ആ സോണിൻ്റെ അപ്പർ ലെവൽ 22,852 ലോവർ ലെവൽ 22,798 ആണ് ഒരു മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യങ്ങളും കൂടെ ഓർക്കുക. അപ്പോൾ ഡേ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് ഈ ഒരു ബോക്സ് ലെവലിലേക്ക് വരത്തുള്ളൂ. അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് 22,690 അപ്പോൾ നാളെ ഏത് രീതിയിലാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യണമെന്ന് നമുക്ക് രാവിലത്തെ മാർക്കറ്റ് വ്യൂവിന് ശേഷം, നമുക്ക് ഓപ്പണിന് ശേഷം ഗ്യാപ്പ് അപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ നമ്മുടെ സ്ട്രൈക്ക് വരുന്നത് 23,000 സി ആണ് നമ്മൾ തൽക്കാലം എടുത്തു വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻ്റ് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 226 ആ ഭാഗത്തേക്ക്. ഇപ്പോൾ ഇവിടെ നിന്ന് എവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയാലും ഫസ്റ്റ് റെസിസ്റ്റൻ്റ് ഏരിയ 226. ആ റെസിസ്റ്റൻസ് ടാർഗറ്റായിട്ടും കൂടെ യൂസ് ചെയ്യാം.
ടാർഗറ്റും റെസിസ്റ്റൻസും ഒരു ലൈനാണെന്ന് കണക്കൂട്ടിയാൽ തീരാവുന്ന കേസേ ഉള്ളൂ. അപ്പോൾ അപ്പർ ടാർഗറ്റ് 226, 283, 365, 478. ലോവർ എന്ന് പറഞ്ഞാൽ നിലവിലെ ലോ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് പോകുന്തോറും മെൽറ്റിംഗ് ആയിട്ട് പോകും. അവിടെ വേറെ ലൈനുകളൊന്നും നമുക്ക് കാണാനില്ല. അപ്പം ഞാൻ എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ RSIയുടെ ക്രോസ് ഓവർ ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ടാണ് അവിടുത്തെ പ്രൈസ് ആക്ഷൻ നമ്മൾ നോക്കും, ക്യാൻഡിൽസ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കും. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷനും ക്യാൻഡിൽ സ്റ്റിക്കും മാത്രം ഫോളോ ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. വേറെ ഒരു ന്യൂസോ ഒരു ഫണ്ടമെൻ്റൽ ടെക്നിക്കൽ അനലൈസോ ഞാൻ യൂസ് ചെയ്യാറില്ല. എൻ്റെ മെയിൻ ഒരു തിയറി അതാണ്, പ്രാക്ടിക്കലി അത് തന്നെയാണ് അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നാൽ RSI ചെറിയ ടൈം ഫ്രെയിമിൽ നോക്കിയിട്ടാണ് റിവേഴ്സ് ആയോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രൈക്കിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് പിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,200 PE ആണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അതിൻ്റെ ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ 223 മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ 274. സെക്കൻഡ് ലെവലെന്ന് പറയണത് 306. അതിന് മുകളിലോട്ട് എത്ര വേണമെങ്കിലും മാർക്കറ്റ് പോകാം. അപ്പോൾ ഇതിൻ്റെ ലോവർ ലെവലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 149 എന്നുള്ള ലെവല്, 147, 49 എന്നുള്ള ലെവല് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ 101ലേക്കോ അതിൻ്റെ താഴെയുള്ള സപ്പോർട്ട് 35 ആണ്, മെൽറ്റിങ്ങിലേക്ക് പോകുന്നതാണ് ആ പറഞ്ഞതിനർത്ഥം. അതായത് മാക്സിമം നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന 101 വരെ ഉള്ളൂ. 101ന് താഴത്തോട്ട് പോയാൽ പിന്നെ മെൽറ്റിങ്ങിലേക്ക് പോകും. അപ്പർ ലെവല് 223 മുകളിലേക്ക് പോയാൽ 274, 306. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി നിഫ്റ്റീനെ പറ്റി പറയാനായിട്ടുള്ളത്. നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂ കൂടെ നേരെ നോക്കാം. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ വ്യൂവിൽ എന്താണ് സംഭവിച്ചിരിക്കണമെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തു പറയാനൊന്നും പറയാനില്ല. നമ്മൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് താഴത്തോട്ട് വന്നാൽ ബോക്സിൻ്റെ ബോർഡർ ലെവൽ 47,936. പിന്നെ ഇവിടെ ഒരു ഗ്യാപ്പ് ഫില്ലിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. കറക്റ്റായിട്ട് ഗ്യാപ്പും ഫില്ല് ചെയ്ത് നമ്മുടെ ടാർഗറ്റ് ഓൾറെഡി ബാങ്ക് നിഫ്റ്റിയിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ബോക്സിന് പുറത്തോട്ട് പോകാത്തടത്തോളം കാലം നമുക്ക് ആ അപ്പറിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. നേരെ ലോവിലേക്കാണ് വൺ സൈഡ് മാർക്കറ്റ് പോയത്. അത് ഈ ക്രോസ് ഓവർ വരെ ഹോൾഡ് ചെയ്താലും ഓൾമോസ്റ്റ് ആദ്യത്തെ ഗ്യാപ്പ് ഫില്ലിങ് അല്ലെങ്കിൽ ഈ ഒരു ക്രോസ് ഓവറിനെ ബേസ് ചെയ്തിട്ട് നോക്കിയാലും പ്രോഫിറ്റബിൾ ആണ്. അപ്പോൾ നമ്മുടെ നിഫ്റ്റിനേക്കാളും ഇപ്പോൾ കുറച്ചും കൂടെ അക്യുറേറ്റ് ആയിട്ട് എനിക്ക് തോന്നണത് ബാങ്ക് നിഫ്റ്റിയിൽ വർക്കാവുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി പോലെയും ബാങ്ക് നിഫ്റ്റി പോലെയും പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കുറച്ച് ദിവസം വ്യൂ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അതും കൂടെ ഒന്ന് ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 48,623 മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ വരക്കാൻ ഉദ്ദേശിക്കുന്ന സോണ് 48,675 അപ്പർ ലെവലും 48,489 ലോവർ ലെവലുമാണ് സോണിൻ്റെ. അപ്പോൾ ഈ സോണിന് പുറത്തേക്ക് നിൽക്കുന്ന ഈ ഒരു 48,601 ഒരു സ്ട്രോങ് സപ്പോർട്ടറായിട്ട് ആക്റ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പോകുന്നത് 48,767. അവിടെ നിന്ന് കൺസോൾട്ടേഷനായ 48,879 കൺസോൾട്ടേഷൻ ഉണ്ട് കേട്ടോ. അവിടെയും കൺസോൾട്ടേഷനായിട്ട് പിന്നെ പോകുന്നത് 49,207, 49,083 ലെവലിലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. നേരെ മറിച്ച് ഈ 48,601 നിന്ന് മാർക്കറ്റ് ഡൗണിലേക്കാണ് പോരുന്നതെന്നുണ്ടെങ്കിൽ ഈ 48,471 കൺസോൾട്ടേഷൻ ഉണ്ട്. അതിനുശേഷം ഒരു സപ്പോർട്ട് എടുക്കാനുള്ളത് 48,378 അവിടെ നിന്നും മാർക്കറ്റ് ഡൗണിലേക്ക് പോന്നു കഴിഞ്ഞാൽ ഇവിടെ 48,284 കൺസോൾട്ടേഷനും കൂടെ ഉണ്ട്. അതും കഴിഞ്ഞാൽ 48,081 മാർക്കറ്റ് മൂവ് ചെയ്യണം. അപ്പോൾ ഇതാണ് നാളത്തെ ബാങ്ക് നിഫ്റ്റിയിൽ മനസ്സിൽ വെക്കുന്ന ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇനി നമുക്ക് സ്ട്രൈക്ക് നോക്കിക്കഴിഞ്ഞാൽ നാളത്തേക്ക് നോക്കാൻ പറ്റുന്ന സ്ട്രൈക്ക് സിയിൽ ഏതാ 48,500 സി. ഇനി മെൽറ്റിംഗ് ആണ്. മെൽറ്റിംഗ് 625 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയ. അതിന് താഴത്തോട്ട് പോയാൽ മാത്രമേ മെൽറ്റിംഗ് ഇട്ട് പോവുള്ളൂ. നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവപ്പ് ആയി കഴിഞ്ഞാൽ ടാർഗറ്റ് 914, 1089,
1263, 1541 ടാർഗറ്റുകളും. ഇപ്പോൾ പിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റുന്ന 49,000 പി മാർക്കറ്റ് ഓപ്പൺ ചെയ്ത സ്ഥലത്തു നിന്ന് തന്നെ വൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു. അതായത് 362 നിന്ന് 774 വരെ മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ 595 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഫാളിലേക്ക് പോകത്തുള്ളൂ. 595, 615 വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് ആക്ടിവേറ്റ് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്കാണ് മൂവ് ചെയ്യാനായിട്ടുള്ള ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ 774, 794 കൂടെ ബ്രേക്ക് ചെയ്താൽ 883, 952, 1012, 1181 1230 ടാർഗറ്റ് പ്രൈസ് ആയിട്ട് എൻ്റെ മനസ്സിൽ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ബാങ്ക് നിഫ്റ്റിനെ പറ്റി പറയാനായിട്ടുള്ളത്. അപ്പോൾ ഈ ചാർട്ടിനെ പറ്റി പഠിക്കാനോ മനസ്സിലാക്കാനോ നമ്മുടെ ലൈവിലേക്കോ, ഇനി ചാർട്ട് മാത്രം മതി അല്ലെങ്കിൽ വ്യൂ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്ന റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനോ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാവുന്നതാണ്. മെസ്സേജസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക. നേരിട്ട് മെസ്സേജസ് അയച്ചാലും നേരിട്ട് വിളിച്ച് സംസാരിച്ചൊന്ന് പരിചയപ്പെട്ടതിന് ശേഷം മാത്രമാണ് ഈ 4 ഫോർമാറ്റിലേക്കുള്ള ആഡിങ് നടക്കത്തുള്ളൂ. അതുകൂടെ പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ ആഴ്ച നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്നുള്ള ആശംസയോടുകൂടിയും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്.